AICC നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നെ അറിയിക്കാതെയെന്നും ചില നേതാക്കളുടെ സ്വാർത്ഥ താൽപര്യങ്ങളാണ് ഇതിന് പിന്നിലെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി നശിക്കട്ടെ എന്ന ദുർമനസ്സുള്ളവരാണ് തന്നെ മാറ്റിയത്. കേരളത്തിന്റെ ചുമതല തനിക്ക് നൽകാൻ AICC തീരുമാനിച്ചു എന്നറിയുന്നു. എങ്കിൽ പിന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്തിനെന്നും സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാവാത്തതിൽ നിരാശയെന്നും സുധാകരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മികച്ച പ്രകടനം നടത്തി പാർട്ടിക്കൊരു കെട്ടുറപ്പുണ്ടാക്കി ഈ CUC പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ പാർട്ടിയെ ഒരു ചലിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേസ് ആ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അപ്പോൾ കുറച്ച് കാലം കൂടി അവിടെ നിൽക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ആ തീരുമാനത്തിലൊരു നിരാശയുണ്ട്. അതിൽ നിരാശയുണ്ട്. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട്. ഇതിനെ മറച്ചു വെക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നത് എനിക്ക് ഇന്നിപ്പം കിട്ടിയ വിവരം AICC ഇതിൻ്റെ കേരളത്തിൻ്റെ ചാർജ് മൊത്തം എന്നെ ഏൽപ്പിച്ചിരുന്നതാണ്. പിന്നെല്ലാം മാറ്റേണ്ടിണ്ടായിരുന്നു. ഇല്ലല്ലോ. എനിക്കാ ചാർജ് ചെയ്യുന്നെങ്കിൽ പിന്നെ എന്നെ മാറ്റണോ? ഞാനവിടെ നിന്ന് വേണ്ടതുള്ളൂല്ലേ? ഇതെല്ലാം നമ്മുടെ നേതാക്കന്മാരുടെ എന്താ പറയുക എന്തെങ്കിലും താല്പര്യങ്ങൾ ആണ് അതിൻ്റെ പിറകിൽ എന്ന് ഞാനിപ്പോൾ കരുതുന്നു. ഇത് ഇന്നത്തെ ഈ നീക്കത്തോടു കൂടി എനിക്ക് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ചില നേതാക്കന്മാരുടെ നീക്കങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആരാണ് കേസ്? അങ്ങനെ സംശയിക്കാൻ പറയാൻ പാടില്ല. ഒരാളങ്ങനെ പറയാൻ പാടില്ലല്ലോ. തെളിവില്ലാതെ നമ്മളൊക്കെ ഒരാളെ പറ്റി പേര് പറയുന്നത് ശരിയല്ല. ഈ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക, കോൺഗ്രസിനെ UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു തുടക്കം മുതലുള്ള അജണ്ടയും പ്രതീക്ഷയും അത് തന്നെയായിരുന്നു. പക്ഷെ അതിനു മുന്നേ ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ തിടുക്കപ്പെട്ടെടുക്കുമ്പോൾ കേസിന് തീരെ കേൾക്കാൻ തയ്യാറായില്ല എന്നതാണോ? അല്ല, എന്നോട് കഴിഞ്ഞാൽ കേട്ടിട്ടും പറഞ്ഞിട്ടും എൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടൊന്നുമല്ല എന്നെ ഒഴിവാക്കിയത്. അതിൻ്റെ പിറകിലുള്ള വികാരം എന്താണ്, വിചാരം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇത്രയും മാസങ്ങൾ ഇത്രയും ഒരു കഴിഞ്ഞ കാലങ്ങൾ BJP CPMനെതിരായി ഇത്രയും രൂക്ഷമായ പ്രവർത്തനം സംഘടിപ്പിച്ച എന്നെ ഇലക്ഷൻ വരാൻ കേരളത്ത് ഇപ്പം നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനായില്ലേ? കുറഞ്ഞ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് എന്നെ അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയതിൻ്റെ പിറകിൽ പാർട്ടിയോടുള്ള കൂറല്ല, പാർട്ടിയുടെ ഒരു നല്ല നില പ്രതീക്ഷിച്ചിട്ടുള്ളവരല്ല, പാർട്ടി നശിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ദുർമനസ്സിൻ്റെ ഉടമസ്ഥരാണ്. ഇതെവിടെ നിന്നുണ്ടാക്കി, ആരുണ്ടാക്കി, അതൊക്കെ താല്പര്യം എന്താ പറയുക, സ്വാർത്ഥ താല്പര്യത്തിൻ്റെ വക്താക്കൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഈ സ്വാർത്ഥ താല്പര്യക്കാർ എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുടെ ഒരു കൂട്ടമാണോ അതോ ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു ഇടപെടലാണോ? കൂട്ടമല്ല, ഏതാനും വ്യക്തികളാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി, പക്ഷേ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന, ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ചുമതലയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളായിരിക്കും. ഈ നേരത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രശ്നമായിട്ടുണ്ടോ? വളരെ നിസ്സാരമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം, ചെറിയ അഭിപ്രായ വ്യത്യാസം, അത് പെട്ടെന്ന് തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവും ഞാനും തമ്മിൽ അങ്ങനെ വലിയൊരു ഐക്യക്കുറവൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, AICC നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ചില നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യമാണ്, സ്വാർത്ഥ താല്പര്യമാണ് തന്നെ സ്ഥാനം മാറ്റി എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ടോ? അഞ്ജലി, ഏതായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം കെ സുധാകരൻ ആദ്യമായി തൻ്റെ അതൃപ്തിയും നിരാശയും തുറന്നു പറയുന്നു എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണമായിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ മാറ്റിയതിൽ വലിയ നിരാശയുണ്ട്. ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുക, പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന തൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കെ അതിനോടടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ പുറത്താക്കിയതിന് പിന്നിൽ നേതാക്കളുടെ ഇടപെടലാണ് എന്ന് സംശയിക്കുന്നു. അല്ലാതെ തന്നെ മാറ്റാൻ ഒരു കാരണമില്ല എന്നാണ് കെ സുധാകരൻ ന്യൂസ് മലയാളത്തോട് പറയുന്നത്. ഒപ്പം തന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു കാര്യവും അറിയിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സംസാരവും നടക്കാതെ പെട്ടെന്നാണ് അങ്ങനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ചില നേതാക്കളുടെ
സ്വാർത്ഥ താല്പര്യമാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. എന്നാൽ അതാരാണ് എന്ന കാര്യത്തിൽ തനിക്ക് കൃത്യമായ തെളിവുകളില്ലാത്തതിനാൽ പറയുന്നില്ല. പക്ഷേ അത് ഉറപ്പാണ്, ചില നേതാക്കളുടെ ഇടപെടൽ മാത്രമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ പറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരളത്തിൻ്റെ മുഴുവൻ ചുമതല അത് കെ സുധാകരന് നൽകാൻ AICC ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കെ സുധാകരൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു സംസ്ഥാനത്തെ പ്രവർത്തനം മുഴുവൻ ഏകോപിപ്പിക്കാൻ, അതിൻ്റെ ചുമതല വഹിക്കാൻ തനിക്ക് കഴിയുമെന്ന് AICC കരുതുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് എന്നതാണ്. അതിന് കെ സുധാകരൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഉത്തരം ചില നേതാക്കളുടെ ഇടപെടലാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അതാരാണ് അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കളാണ് എന്ന കാര്യം പറയാൻ കെ സുധാകരൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, പുതിയ KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്ന പശ്ചാത്തലത്തിൽ സണ്ണി ജോസഫ് KPCCയുടെ അധ്യക്ഷനായി വരുന്നത് തനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. തൻ്റെ കൂടെ പ്രവർത്തിച്ചു വന്നയാളാണ്, സംഘടനാ പ്രവർത്തനത്തിൽ ഏറെ കാലമായി തനിക്കൊപ്പമുള്ളയാളാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം തരുന്ന ഒരു പോസ്റ്റിംഗ് ആണ് സണ്ണി ജോസഫിൻ്റെതെന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. പക്ഷേ ഈ സഭയുടെ ഒന്നും ഇടപെടൽ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. താൻ അന്വേഷിച്ചിടത്തോളം അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് കെ സുധാകരൻ പറയുന്നു. എന്നാൽ ഈ സഭയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ കൊണ്ടുവന്നതടക്കം ചില നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിലാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. മറ്റൊന്ന്, KPCC പ്രസിഡന്റായിരിക്കെ കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ പരസ്യമായി തന്നെ പല ഘട്ടങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അക്കാര്യങ്ങൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ തോതിൽ തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ കെ സുധാകരൻ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷേ പരിഹരിച്ചു പോയിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ പുതിയ ചുമതല ലഭിക്കുന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന KPCC അധ്യക്ഷനായിരുന്ന സമയത്തുള്ളതുപോലെ തന്നെ പിണറായി വിജയനെ താഴെയിറക്കുക എന്നൊരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. അതിനൊപ്പം കെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസിൻ്റെ അണികൾക്ക് വലിയ രീതിയിലുള്ള അമർഷം തന്നെ ഈ സ്ഥാനത്ത് നിന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യത്തിലുണ്ട്. അവർ അത് പല രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കത്തുകളയച്ച് AICCക്ക് കത്തുകളയച്ചും മറ്റും അവരുടെ വികാരം അറിയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഇക്കാര്യം ചർച്ചയാകുന്നുണ്ട്, പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരോട് താൻ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയകളിലൊന്നും അത്തരത്തിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രവർത്തകർക്ക് താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടവരെ നേരിട്ട് വിളിച്ചടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയെ മോശത്തിലാക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കെ സുധാകരൻ പറയുന്നു. പക്ഷേ അപ്പോഴും പൂർണ്ണമായും അതൃപ്തിയിലാണ് കെ സുധാകരൻ, പൂർണ്ണമായും നിരാശയിലാണ് കെ സുധാകരൻ എന്ന് ആദ്യമായി അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇതുവരെ കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു, പാർട്ടി തന്നോട് ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി എടുത്ത തീരുമാനമാണ് എന്ന തരത്തിൽ പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ ഇതാദ്യമായി കെ സുധാകരൻ തൻ്റെ നിരാശയും ഒപ്പം തന്നെ ഈ കാര്യത്തിലുള്ള പ്രതിഷേധവും തുറന്നു പറയുകയാണ്. നിഖിൽ, അതുപോലെ തന്നെ ഈ തുടക്കം മുതൽ തന്നെ സണ്ണി ജോസഫിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ. പക്ഷേ ഈ ഘട്ടത്തിൽ ഇങ്ങനെ തുറന്നു പറച്ചിൽ എന്തുകൊണ്ടായിരിക്കാം? കെ സുധാകരൻ ഏതായാലും ഈ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി എത്തിയതിനെ താൻ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്നത്, നേരത്തെ സണ്ണി ജോസഫും പറഞ്ഞതാണ്, താൻ കെ സുധാകരൻ്റെ കൂടെ നേതൃസ്ഥാനത്ത് ഇരുന്ന് വന്നയാളാണ്, അങ്ങനെ പ്രവർത്തിച്ച് വന്നയാളാണ്. അപ്പോൾ കെ സുധാകരനും പറയുന്നത് സണ്ണി ജോസഫ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിനോട് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീരസമില്ല. പക്ഷേ ഈ സണ്ണി ജോസഫിനെ ഇങ്ങനെ KPCC പ്രസിഡന്റായി കൊണ്ടുവരുമ്പോൾ തന്നെ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴും അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ നീക്കം നടപ്പിലാക്കിയതിന് പിന്നിൽ ചില വ്യക്തികളുടെ താല്പര്യമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരന് സണ്ണി ജോസഫിനോട് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പകരം ഒരാൾ വരുന്നു എന്ന നിലയിൽ മാത്രമാണ് കാണുന്നത്. പക്ഷേ അത് സണ്ണി ജോസഫ് ആയത് തനിക്ക് സമാധാനമുള്ള അല്ലെങ്കിൽ തനിക്ക് കുറച്ചെങ്കിലും തൃപ്തി തരുന്ന തീരുമാനമാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത്.